തിരുവനന്തപുരം കോവളത്ത് തകർന്ന നടപ്പാതയിൽ തട്ടി വീണ് വിദേശ വനിതയ്ക്ക് പരുക്ക്. ഡെൻമാർക്ക് സ്വദേശിനി അന്നയ്ക്കാണ് പരിക്കേറ്റ. വീഴ്ചയിൽ കാലിന് പൊട്ടലേറ്റിരുന്നു. അജീഷ് ജയകുമാർ തിരുവനന്തപുരം ചെയ്യുന്നു. അജീഷ്, നാട് കാണാൻ വന്നിറങ്ങിയ ഉടൻ വീണു. സുഹൈൽ, ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഡെൻമാർക്ക് സ്വദേശിനിയായ അന്ന ഇസ, 65 വയസ്സുണ്ട്. ഇവർ കോവളം സന്ദർശിച്ച് അതുവഴി നടക്കുമ്പോഴാണ് ഈ ഒരു ദാരുണമായ അപകടം നടക്കുന്നത്. ഈ ലൈറ്റ് ഹൗസ് ബീച്ച്, ഈ ബീച്ചിനെ അവിടെ പോലീസ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിന് മുന്നിലായി നടപ്പാത കെട്ടിയിട്ടുണ്ട്. അവിടെ ഇന്റർലോക്ക് ആക്കിയിട്ടുണ്ട്. ഈ ഇന്റർലോക്ക് കട്ടൽ ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ഇളകിയിരുന്നു. ന്യൂ ഇയറിന് മുമ്പേ തന്നെ ഇളകിയിരുന്നു. ഇതിൽ പലതവണ പരാതിപ്പെടുകയും ചെയ്തു. ഇതുവഴി നടക്കുമ്പോഴാണ് ഈ വിദേശ വനിത ഇതിൽ തട്ടി വീഴുകയും കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഗൈഡും അതേപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് ഇവരെ ആംബുലൻസിൽ കയറ്റി ആശുപത്രി കൊണ്ടുപോവുകയായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇവരെ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത്. കാലിൽ പൊട്ടലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഏറെ സങ്കടകരമായ ഒരു സംഭവമാണ്. കാരണം ഏറ്റവും കൂടുതൽ വിദേശ ടൂറിസ്റ്റുകൾ എത്തുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കോവളം. ശരി, തിരുവനന്തപുരം കോവളത്താണ് തകർന്ന നടപ്പാതയിൽ തട്ടി വിദേശ വനിതയ്ക്ക് പരിക്കേറ്റ്. ഡെൻമാർക്ക് സ്വദേശി അന്നയ്ക്കാണ് പരിക്കേറ്റ്. അജീഷാണ് വാർത്ത വിശദാംശങ്ങൾ നൽകിയത്.